ഹലോ മക്കളെ, എല്ലാവരും ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി നമുക്കുള്ള എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്. സയൻസ് എക്സാം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം ഗ്യാപ്പ് ഉണ്ട്. കൃത്യമായിട്ട് ഈ കാണുന്ന ഗ്യാപ്പ് യൂട്ടിലൈസ് നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ക്ലാസ് 10 CBSE സയൻസ് എക്സാമിൽ ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. പക്ഷെ ഞാൻ ഈ കാണുന്ന വീഡിയോ ചെയ്യുന്നത് അതിനുവേണ്ടിയല്ല. നമ്മൾ NCERT എക്സാംപ്ലറിലെ ക്വസ്റ്റ്യൻസ് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ചോദ്യമാണ്. ഡു വി വാണ്ട് ടു സ്റ്റഡി ദി ക്വസ്റ്റ്യൻസ് ഓഫ് NCERT എക്സാംപ്ലർ? ആവശ്യമുണ്ടോ? എക്സാമിന് നമുക്ക് NCERT എക്സാംപ്ലറിലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? ഇതൊക്കെയാണ് പൊതുവെ എല്ലാവരുടെയും സംശയം എന്ന് പറയാം. മക്കളെ, കൃത്യമായിട്ട് ആ കാണുന്നുള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ കാണുന്ന വീഡിയോയോട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ NCERT എക്സാമ്പിൾ പഠിക്കണമെന്ന് ഈ കാണുന്ന വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്റെ പേര് അഫ്നാസ് AK, ഞാൻ സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ് മാത്സിന്റെ NCERT എക്സാംപ്ലറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ കാണുന്ന കറസ്പോണ്ടിങ് ഇമ്പോർട്ടൻസ് തന്നെയാണ് നമുക്ക് എന്ത് സയൻസിലെ വരുന്നത്. ഞാനിതാ ഒന്നാമത്തെ സ്ലൈഡിലേക്ക് പോകുന്നു. ഫസ്റ്റ് വൺ നോക്കു, മനസ്സിലാവാൻ സാധിക്കും. ദി ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ് 70 and 125 leaving reminders 5 and 8 respectively is. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ബോർഡ് എക്സാം 2023 ചോദിച്ചത് ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 85 and 72 leaving reminders 1 and 2 respectively. രണ്ട് ചോദ്യം ഓൾമോസ്റ്റ് സെയിം, സിമിലർ ആയ ചോദ്യങ്ങൾ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണം, അത് NCERT എക്സാംപ്ലർ ആണ്. ആൻഡ് ഇവൻ CBSE ബോർഡ് എക്സാം. അതായത് ഒരേ ടൈപ്പ് ചോദ്യമാണ് നമുക്ക് എന്ത് CBSE ബോർഡ് എക്സാമിന് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡീൽ ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ഇത്ര കാലത്തിന് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് അടുത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഇത് 2024 CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? രണ്ടും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും ഒരേപോലെ തന്നെ. If two positive numbers, so positive integers a and b are written as a equal to x cube y square and b equal to xy cube, x and y are prime numbers, then HCF of AB. ചോദ്യം എന്തായിരുന്നു? HCF of AB ആണ് നമ്മുടെ NCERT എക്സാംപ്ലറിൽ. HCF of AB മാത്രമല്ല, അവിടെ LCM of AB ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ NCERT എക്സാംപ്ലറിൽ LCM of AB ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ HCF ഉം LCM ഉം നമ്മുടെ NCERT എക്സാംപ്ലറിലെ ക്വസ്റ്റ്യൻ ആണ്. അതേ സെയിം ടൈപ്പ് ചോദ്യം നോക്കിയേ, ഒരേപോലെ തന്നെ. ഇവിടെ x cube y square, x cube y square. ഇവിടെ നോക്കി xy cube. സെയിം ചോദ്യം, ഡിറ്റോ ക്വസ്റ്റ്യൻ ഫ്രം NCERT എക്സാംപ്ലർ 2024 CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും നമ്മൾക്ക് എക്സാംപ്ലർ എന്ന് പറഞ്ഞ ബുക്ക് ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതാ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. നമുക്ക് LCM of PQ. P എന്ന് പറയുന്നത് AB സ്ക്വയർ, Q എന്ന് പറയുന്നത് A ക്യൂബ് B. സെയിം ക്വസ്റ്റ്യൻ വരുന്നു. ഞാനിത് എന്താണ്, ഇത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ഒരേ ടൈപ്പ് ചോദ്യമാണ് നമുക്ക് എന്ത് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാ നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ബൈ 3 into 5 into 7 plus 7 is a composite number. ഇതാണ് നമ്മുടെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻ. ഇതാണ് NCERT എക്സാംപ്ലർ. ആൻഡ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ 2021 CBSE കമ്പാർട്ട്മെന്റ് എക്സാമിന് വെച്ചാൽ സെയിം ടൈപ്പ് കണ്ടോ. അപ്പൊ ഇത്തരത്തിൽ ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ NCERT എക്സാംപ്ലറിലും ഉണ്ട്. അതേ ചോദ്യം നമുക്ക് എന്താണ് CBSE ബോർഡ് എക്സാമിനും കാണാൻ വേണ്ടി സാധിക്കും. എന്താ ഒരു ഡെമോ പോലെ തന്നെ നിങ്ങൾക്ക് ആദ്യ 2 പാഠത്തിലെ വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ മാത്രം എടുത്ത് കാണിക്കുന്നു. ഇങ്ങനെയാണ് മക്കളെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എല്ലാ സബ്ജക്ട്സും. അതായത് സയൻസിലും മാത്സിലും തീർത്തും പറയാൻ പറ്റും NCERT എക്സാംപ്ലർ അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. NCERT എക്സാംപ്ലറിലെ ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് സയൻസിലെയും മാത്സിലെയും നിരന്തരമായിട്ട് CBSE ക്ലാസ് 10 ബോർഡ് എക്സാം ചോദിക്കാറ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്താ നിർബന്ധമായിട്ടും NCERT എക്സാംപ്ലർ പഠിച്ചിരിക്കണോ? ഇത് ചോദ്യമായി ചോദിച്ചിരുന്നേ. പഠിക്കണോ? നിങ്ങൾ തന്നെ പറയൂ, പഠിക്കണം. അതുകൊണ്ട് സെയിം ടൈപ്പ് ചോദ്യം എക്സാം ഡിഫിക്കൽട്ട് ആകുമ്പോൾ സെയിം ടൈപ്പ് ചോദ്യമാണ് നമുക്ക് എന്ത് NCERT എക്സാംപ്ലറിൽ നിന്ന് ബോർഡ് എക്സാമിന് വേണ്ടി വരുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും NCERT ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കുക. അതെവിടെന്നാ ആ ചോദിക്കുന്നത്? വേറെ ഒരു ഭാഗത്ത് നിന്നോ അതെവിടെന്നാ? അത് കൃത്യമായിട്ട് NCERTയുടെ എക്സാംപ്ലർ ബുക്ക് എന്നത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമുക്കറിയാം നമ്മുടെ NCERT ബുക്കിലില്ല. നമ്മുടെ CBSE ബോർഡ് എക്സാമിന് സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഓൺ എ മോർണിംഗ് വാക്ക് കണ്ടോ. ഓൺ എ മോർണിംഗ് വാക്ക് സെയിം, ഒരാള് രാവിലെ നടക്കാൻ പോവാ, അതന്നെയാണ് ഇവിടെയും താഴെ. ആൻഡ് പക്ഷെ എന്താണ് മെഷർ വ്യത്യാസമുണ്ട്. 40 to 45. ഇവിടെ എന്താണ് 30, 36, 40. ആ കാണുന്ന മെഷർമെന്റ് മാത്രമാണ് ബാക്കി. ഒന്നാമത് ക്വസ്റ്റ്യൻ NCERT എക്സാംപ്ലറും. ആൻഡ് താഴെയുള്ള എന്താണ് അത് CBSE 2019 ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്തരത്തിൽ CBSE ബോർഡ് എക്സാമിന് ചോദിക്കുന്ന സെയിം ചോദ്യങ്ങൾ എവിടെന്നാ വരുന്നത്? NCERT എക്സാംപ്ലർ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഹാർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യമായിട്ട് കാണുന്ന ആർക്കായാലും ഹാർഡായിരിക്കും. പക്ഷേ ഒരിക്കൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് ആൻസർ ചെയ്യാൻ സാധിക്കും ഇവനെ. സോ വീണ്ടും മനസ്സിലാക്കാം NCERT എക്സാംപ്ലർ ഇമ്പോർട്ടൻസ്.
മുന്നോട്ട് പോകുന്നു. നമുക്ക് 12 raised to n cannot end with this 0 or 5. അതേ സെയിം നമുക്ക് NCERT എക്സാമിനറിലും CBSE ബോർഡ് എക്സാം 2020 നമുക്ക് ചോദിച്ചിട്ടുണ്ട്. As we are moving on to next one നോക്കുമ്പോൾ a quadratic polynomial whose zeros are -3 and 4. ഇതാണ് NCERT എക്സാമിനുള്ള ചോദ്യം. And a quadratic equation whose roots are zeros roots സെയിം ആണെന്നറിയാം, are 2 + √3 and 2 - √3. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് CBSE ബോർഡ് എക്സാം 2023 ചോദിച്ചിരുന്നു. 2023 നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സ് ബോർഡ് എക്സാമിൽ എഴുതിയ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. അതൊന്നും എവിടുന്നാണ്? അത് വന്നതും NCERT എക്സാംപ്ലറിൽ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഈ കാണുന്ന നിമിഷം NCERT എക്സാംപ്ലറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരിക്കലും NCERT കാണാൻ വേണ്ടി പറ്റില്ല. A number of polynomials having zeros as -2 and 5. പക്ഷെ ബോർഡ് എക്സാമിൽ ഉണ്ടായിരുന്നു. 2023 CBSE ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. 2023 എവിടുന്ന വന്നേ? NCERT എക്സാംപ്ലർ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും NCERT എക്സാംപ്ലറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് എന്ത് CBSE ബോർഡ് എക്സാമിന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. 2023 ക്വസ്റ്റ്യൻ ഇതാണ് എക്സാംപ്ലർ, ഇതാണ് CBSE ബോർഡ് ക്വസ്റ്റ്യൻ. ഒരു വാല്യൂ പോലും മാറാതെ നോക്കിയേ. x² + a + 1 of x + b, x² + a + 1 of x + b, and 2 and -3, 2 and -3. സോ ഒരു വാചകം പോലും, ഒരു വാക്ക് പോലും മാറാതെയാണെന്ത് CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിൽ എക്സാംപ്ലറിന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മൂവിങ് ഓൺ, സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ് എക്സാമിന് വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ നിമിഷം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട സംഭവമാണ് എക്സാംപ്ലറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും എക്സാംപ്ലർ ഈ നിമിഷം പഠിച്ചിട്ടില്ല. സംശയം ഉണ്ടോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ കാണുന്ന എല്ലാ പ്രോബ്ലം നിലവിൽ ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് ഈസി അല്ല. പക്ഷേ നമ്മൾക്ക് സാധിക്കും. എങ്ങനെ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് തെരഞ്ഞെടുത്ത് ചെയ്യുക. അതാണ് ഈ നിമിഷം ഏതൊരു വിദ്യാർത്ഥിയും ചെയ്യേണ്ടത്. മക്കളെ, അതിനു വേണ്ടിയാണ് സൈലം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ക്ലാസ്സിനകത്തും ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓരോ ക്ലാസ് നമുക്ക് എന്താണ് NCERT എക്സാംപ്ലറിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തുകൊണ്ട്, കംപ്ലീറ്റ് മീൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ ക്ലാസ്സിനും ഡീൽ ചെയ്തുകൊണ്ട് എക്സാമിന് വരുന്ന എക്സാംപ്ലറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഉറപ്പുവരുത്താനാണ് സൈലം തീരുമാനിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതാ എക്സാംപ്ലറിന്റെ ലൈവുമായിട്ട് വരുന്നു. ഇന്ന് നിങ്ങൾക്ക് ബയോളജിയിലെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ട് അക്ഷയ് സാർ വരുന്നുണ്ട്. സോ എല്ലാവരും ഉണ്ടാവുക. നാളെ നിങ്ങൾക്ക് എന്താണ്? നാളെ നിങ്ങൾക്ക് ഫിസിക്സിന്റെ ലൈവ് ഉണ്ടാകും. ഫിസിക്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും ഒറ്റ ലൈവിൽ പഠിപ്പിക്കാനായി നിങ്ങളുടെ പ്രിയപ്പെട്ട NK സാർ രാവിലെ 9 മണിക്ക് വരും. ആരും മറക്കരുത്, രാവിലെ 9 മണിക്ക് നിങ്ങളുടെ NK സാർ എന്ത് ചെയ്യും? 4 പാഠവും എക്സാമിനുള്ള എല്ലാ പാഠവും നാളെ രാവിലെ വന്ന് നിങ്ങൾ NK സാർ പഠിപ്പിച്ചു തരും. ആൻഡ് ഈവനിങ് ആ കാണുന്ന 4 ചാപ്റ്ററിലെ NCERT എക്സാമുള്ള ക്വസ്റ്റ്യൻസ്, CBSE ബോർഡ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന 2 ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ശബരി സാറും അതുപോലെ തന്നെ മുഫീദ മിസ്സും വരുന്നതായിരിക്കും. ഓക്കെ, സോ ശബരി സാറും മുഫീദ മിസ്സും നാളെ വരുന്ന 7 മണിക്ക് വരും. ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എക്സാംപ്ലറിലെയും അതുപോലെ തന്നെ CBSE ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഇവർ 2 പേരും വരും. ആൻഡ് ഡേ ആഫ്റ്റർ ടുമാറോ നമ്മൾ കെമിസ്ട്രിയും ഇതുപോലെ സെറ്റാക്കും. കെമിസ്ട്രിയിലെ എല്ലാ പാഠവും ഒറ്റ ലൈവിൽ പഠിപ്പിക്കാനായിട്ട് ഷഫീഖ് സാറും മിഥുലാമുസും വരുന്നതായിരിക്കും നാളെ കഴിഞ്ഞ് ഡേ ആഫ്റ്റർ ടുമാറോ, മറ്റന്നാൾ. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം അതിഗംഭീരമായിട്ട് പഠിച്ചു തീരുകയും ആൻഡ് അവസാനം ഒരു മെഗാ മാരത്തോണുമായി എക്സാമിന് ചോദിക്കുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് ഇവരെല്ലാവരും കൂടി ഒന്നുകൂടി വരും. ആ കാണുന്ന മാത്രം വരെ നമുക്ക് എല്ലാ കോൺസെപ്റ്റും പറയണം. എന്നാൽ മാത്രമാണ് നമുക്ക് CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് എന്ന് പറയുന്ന നിങ്ങളുടെ A1 എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്താണ് എല്ലാവരും നിർബന്ധമായിട്ടും ഇന്നത്തെ ലൈവും നാളത്തെയും മറ്റന്നാളത്തെയും കാണാൻ വേണ്ടി മറക്കരുത്. നാളെ രാവിലെ 9 മണിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട NK സാർ ഫിസിക്സിലെ എല്ലാ പാഠവുമായിട്ട് വരും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സൈനിങ് ഓഫ് ക്ലാസ് AK ഫ്രം സൈലൻ ലേണിംഗ്. ഇതിന് ശേഷം നമുക്ക് എന്താണ് സോഷ്യലും ഉണ്ടാകും, മാത്സും ഉണ്ടാകും. നമ്മൾ എല്ലാ വിഷയവും അതിഗംഭീരമായിട്ട് പഠിച്ച് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ A1 എത്തുന്നതായിരിക്കും. നിങ്ങളോടൊപ്പം ഞങ്ങൾ എക്കാലവും ഉണ്ടാവും. ബൈ, താങ്ക് യു ഓൾ, താങ്ക് യു.